കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനധികൃത നിയമനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. PMSSY ബ്ലോക്കിലേക്ക് സ്ഥിരം ജീവനക്കാരെ നിയമിക്കാതെ കരാർ ജീവനക്കാരെ നിയമിക്കാനാണ് നീക്കം. സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് എന്നാണ് വിമർശനം. യോഗ്യതയുള്ളവരെ നിയമിക്കുന്നതിന് പകരം ഏജൻസി വഴി 150ഓളം പേരെ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കരാർ ജീവനക്കാരെ നിയമിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് BJP വ്യക്തമാക്കി. ഏജൻസിയുടെ മറവിൽ പാർട്ടി നോമിനികളെ കുത്തിനിറയ്ക്കാമെന്നത് ചിലരുടെയും വ്യാമോഹം മാത്രമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. ഇപ്പോൾ വളരെ സമർത്ഥമായി ഒരു സർക്കുലർ പുറത്തുവിട്ട് ഒരു ഏജൻസി വഴി 150 പേരെ താൽക്കാലികമായി നിയമിക്കുന്നു. ഈ താൽക്കാലികമായി നിയമിക്കുക എന്ന് പറഞ്ഞാൽ CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പേര് കൊടുക്കുന്നവരെ നിയമിക്കാനുള്ള ഒരു വളഞ്ഞ വഴിയാണ്. അതുകൊണ്ട് ഒരർത്ഥത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിർമ്മിച്ച PMSSY ബ്ലോക്കിൽ താൽക്കാലിക നിയമനം അനുവദിക്കില്ല. എല്ലാ അർത്ഥത്തിലും മെഡിക്കൽ കോളേജിൽ വെച്ച് അത്തരത്തിലുള്ള ഒരു നിയമന നീക്കത്തെ BJP ചെറുത്തു തോൽപ്പിക്കും. ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും സ്റ്റാഫുമില്ലാതെ സന്ദർശകർക്ക് പോലും ഭീമമായ ഫീസ് ഈടാക്കി എല്ലാ അർത്ഥത്തിലും മെഡിക്കൽ കോളേജിനെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് BJPയുടെ തീരുമാനം. ആരോഗ്യമേഖലയെ തകർക്കുന്ന തരത്തിൽ കരാർ ജീവനക്കാരെ തിരികെ കയറ്റാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.